കൊഞ്ചി കൊഞ്ചി കാതിൽ മധുരം നിറയ്ക്കാം, അക്ഷരക്കുളിമഴ നനയാം, വിജ്ഞാനത്തേരേറി ആകാശത്തോളം ഉയരാം. കളിച്ചിരി തീർക്കാം കൂട്ടായെന്നും കൂട്ടാൻ റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്. تحية طيبة. السلام عليكم ورحمة الله. مساء الخير. اليوم معكم على راديو مانغدو أنا رزا منير وأنا فاطمة رنا راشد. كيف الحال يا رزا منير؟ زين الحمد لله. وكيف أنت؟ زين الحمد لله. റിസ മുനീർ, ഇന്നെന്താണ് വിശേഷം? അറബിയിലാണല്ലോ തുടക്കമൊക്കെ. اليوم العالمي للغة العربية. ഇന്ന് ഡിസംബർ 18 അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ റേഡിയോ പ്രക്ഷേപണമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ചില പരിപാടികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റേഡിയോ മാങ്കടവിൽ ആദ്യമായി കേൾക്കാം ഇന്നോർമ്മ. ഇന്നോർമ്മ, ചരിത്രത്തിൽ ഇന്നിന്റെ രേഖപ്പെടുത്തലിലേക്ക് ഒരെത്തിനോട്ടം. ഇന്നോർമ്മയിൽ നമ്മോടൊപ്പം 4ാം തരത്തിലെ ആയിഷ സന അറബി ഭാഷാ ദിനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ന് ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. ബഹുഭാഷാപരതയും സാംസ്കാരിക നാനാത്വവും കൊണ്ടാടുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. ഐക്യരാഷ്ട്രസഭയുടെ 6 ഔദ്യോഗിക ഭാഷകളെ തുല്യമായി കണ്ട് അവയുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഇത് ലക്ഷ്യമിടുന്നു. ലോകഭാഷകളിൽ വളർച്ചയിലും വ്യാപനത്തിലും 1ാം സ്ഥാനത്തുള്ള അറബി ഭാഷ സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു ഭാഷയാണ്. ഹിബ്രു അറാമിക് ഭാഷകളും ഇതേ കുടുംബത്തിൽപ്പെട്ടതാണ്. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഭാഷ അറബി മാത്രമാണ്. ജനസംഖ്യ അനുസരിച്ച് ലോകത്തെ 4ാമത്തെ വിനിമയ ഭാഷയാണിത്. ലോകത്ത് 26 രാഷ്ട്രങ്ങളും 25 കോടി ജനങ്ങളും അവരുടെ മാതൃഭാഷയായി അറബി ഉപയോഗിക്കുന്നു. അനേകം പേർ തങ്ങളുടെ മാതൃഭാഷ അല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നുമുണ്ട്. ഡിസംബർ 18 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതൽ എല്ലാ വർഷവും അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി അറബി പ്രഖ്യാപിക്കപ്പെട്ടത് 1973 ഡിസംബർ 18 എന്നതിനാലാണിത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രചാരണവുമായി മക്കയിൽ പ്രവർത്തിക്കുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അറബി ഭാഷ ഉദയം ചെയ്തത്. പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിന്റെ പുത്രൻ സാം എന്നിവരുടെ പരമ്പരകളിൽപ്പെട്ടവർ സംസാരിച്ചിരുന്ന സെമിറ്റിക് ഭാഷയിലാണ് അറബിയുടെ വേരുകൾ ചെന്നെത്തുന്നത്. ഇരുണ്ട കാലഘട്ടം എന്ന് ചരിത്രം വിശേഷിപ്പിച്ച 4ാം നൂറ്റാണ്ടിലും 5ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അറബ് സാഹിത്യത്തിൽ രചനകൾ നടന്നിട്ടുണ്ട്. മുവല്ലഖകൾ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ അറബിക് കവിതാ സമാഹാരങ്ങൾ രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. വളരെ ലളിതമായ ഭാഷയാണ് അറബി. ജാതിമത ഭേദമന്യേ ആർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഭാഷയാണ് അറബി. 28 അക്ഷരങ്ങൾ മാത്രമുള്ള അറബി ഭാഷ വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. പദസമ്പത്തുകളാൽ സമൃദ്ധമാണ് അറബി ഭാഷ. ഭൂമുഖത്ത് ഏറെ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിന്റെ ഭാഷ. ഒരു അന്ധനായ മനുഷ്യന് പോലും ഇതരൻ സംസാരിക്കുന്നത് സ്ത്രീയോടോ പുരുഷനോടോ എന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷ. ലുഅത്തുല്ലാദ് എന്നറിയപ്പെടുന്ന ഭാഷ. സാഹിത്യ, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലകളിൽ അറബി ഭാഷയുടേതായ സംഭാവനകൾ ധാരാളം കാണാവുന്നതാണ്. ലോകത്ത് ധാരാളം പ്രശസ്തമായ കൃതികൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബ് നാടുകളുമായി കേരളത്തിനുള്ള ബന്ധം അതിപുരാതനമാണ്. കപ്പലുകളിൽ ഇവിടെ എത്തിയ അറബ് സംഘമാണ് അറബി ഭാഷയെ കേരളക്കരയിൽ വ്യാപിപ്പിച്ചത്. കേരള ചരിത്രത്തെ കുറിച്ചുള്ള ആദ്യ ഗ്രന്ഥം അറബി ഭാഷയിൽ രചിക്കപ്പെട്ട തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണെന്ന് മാത്രം മതി കേരളത്തിന് അറബിയോടുള്ള ബന്ധം മനസ്സിലാക്കാൻ. മലയാള സാഹിത്യത്തിലെ പല കൃതികളും അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാം. നിലവിൽ കേരളത്തിലെ 5 യൂണിവേഴ്സിറ്റിക്ക് കീഴിലും സ്കൂളുകളുമായി 12 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഈ ഭാഷയെ പഠിക്കുകയും
അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നാം ഇന്ന് ഉപയോഗിക്കുന്ന മലയാളത്തിലെ ചില പദങ്ങളും അറബിയിൽ നിന്ന് ചേക്കേറിയതാണ്. സംസ്കാരവും സ്വഭാവവും പകർന്നു നൽകുന്ന ഓരോ ഭാഷയും ലോക സംസ്കാരത്തിന്റെ പൊതുസ്വത്താണ്. തുറന്ന മനസ്സോടെ ഓരോ ഭാഷയുടെയും സാംസ്കാരിക പാരമ്പര്യവും സംഭാവനകളും ഉൾക്കൊള്ളുവാനായി നമുക്ക് നിലകൊള്ളാം. ഏവർക്കും അറബി ഭാഷാ ദിന ആശംസകൾ. അടുത്തതായി അറബി ഭാഷാ ദിനാഘോഷത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ KP വിനോദ് കുമാർ. അയ്യുഹൽ ഹുളൂറുൽ കിറാം വതുലാബി അലൈസ സുബാഹൽ ഹയ അന സയ്യിദുൻ ജിദ അനകുമ അമാമക്കും അൽയൗം ഫി ഹസീൽ മുനാസിബത്തിൽ ജമീല അൽയൗം അസാമിന അശറ മിൻ ഷഹീരി ഡിസംബർ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം ലോക അറബി ദിനം ആചരിക്കുകയാണല്ലോ. എല്ലാവർക്കും അറിയുന്നത് പോലെ അറബി ഭാഷ അത്യന്തം സുന്ദരമായ ഭാഷയാണ്. അലുഗത്തുൽ അറബിയ ലുഗാത്തുൻ ജമീല വഹിയ ലുഗാത്തുൽ ഖുർആൻ വ ലുഗാത്തുൽ അദബി വശിയാരി വസഖാഫ. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ലോക അറബി ഭാഷാ ദിനം ആചരിക്കുന്ന ഈ വേളയിൽ എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഭാഷയാണ് മനുഷ്യന്റെ ഏറ്റവും സുപ്രധാനമായ ആയുധം. മുന്നോട്ടേക്കുള്ള നമ്മളുടെ പ്രയാണത്തിൽ എല്ലാ ഭാഷകളെയും സ്നേഹിക്കാനും എല്ലാ ഭാഷകൾക്കും അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ഭാഷകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ബൗദ്ധിക നിലവാരം വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും മുഴുകണം എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലോക അറബി ഭാഷാ ദിനം ആശംസിക്കുന്നു. അഖ്തതിമു കലാമി മാ അജ്മലി തഹിയാത്ത്. ശുക്രൻ ജസീല. ഇനി കേൾക്കാം എൻ്റെ എഴുത്തുകൾ. എൻ്റെ എഴുത്തുകൾ. കുഞ്ഞു തൂലികയിൽ വിരിഞ്ഞ വായനാച്ചെപ്പുകൾ. 4ാം തരത്തിലെ അർവ NP ബൈത്തിനെ കുറിച്ച് എഴുതിയ ഒരു കുഞ്ഞു കവിത ആസ്വദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉഹിബ്ബു ബൈത്തി 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 ജമീലുൻ ഫീ ബൈത്തി ഉമ്മി ഉഹിബ്ബു ബൈത്തി 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 ജമീലുൻ ഫീ ബൈത്തി അബി ഉഹിബ്ബു ബൈത്തി 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 ജമീലുൻ ഫീ ബൈത്തി അഖി ഉഹിബ്ബു ബൈത്തി 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 ജമീലുൻ ഫീ ബൈത്തി ഉഖ്തി ഉഹിബ്ബു ബൈത്തി 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 ജമീലുൻ ഫീ ബൈത്തി ജദ്ദി ഉഹിബ്ബു ബൈത്തി 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 ജമീലുൻ ഫീ ബൈത്തി ജദ്ദതി ഉഹിബ്ബു ബൈത്തി 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 ജമീലുൻ ഫീ ബൈത്തി ഉസ്രതി ഉഹിബ്ബു ബൈത്തി 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 കബീറുൻ ഉഹിബ്ബു ബൈത്തി ഉഹിബ്ബു ഉസ്രതി. അസ്സലാമു അലൈക്കും. പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് എൻ്റെ എഴുത്തുകൾ. റേഡിയോ മാങ്കടവിലിനി അതിഥിക്കൊപ്പം. അതിഥിക്കൊപ്പം മിണ്ടിയും പറഞ്ഞും അറിയാം അതിഥിയെ. ഇന്ന് അതിഥിക്കൊപ്പം പരിപാടിയിൽ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അധ്യാപകനും ഗായകനും അറബി ഗാന രചയിതാവുമായ നൗഫൽ മയിൽ മാസ്റ്ററുമായി 5ാം തരത്തിലെ റിസാമുനീർ നടത്തിയ അഭിമുഖം കേൾക്കാം. റേഡിയോ മാങ്കടവ് അതിഥിക്കൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ റിസ മുനീർ. ഇന്ന് കേരളത്തിലെ അറബി ഭാഷ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ സുപരിചിതമായ ഒരു പേരാണ് നൗഫൽ മാസ്റ്റർ മയിൽ. അറബി അധ്യാപകനാവാൻ താങ്കൾക്കുണ്ടായ പ്രചോദനം എന്താണ്? ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ പരിപാടിയിൽ എന്നെയും ക്ഷണിച്ചതിൽ. അറബി ഒരു അധ്യാപകനാകാൻ ഉള്ള
പ്രചോദനം. അപ്പോൾ 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച് പഠനം നിർത്തിയ ഒരാളായിരുന്നു. പിന്നീട് എന്നെ തളിപ്പറമ്പ് യത്തീംഖാനയിൽ ചേർത്തു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പാടാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുത്തു. പിന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെറുപ്പം മുതൽ തന്നെ അറബിയോട് പ്രത്യേക ഇഷ്ടമാണ്. കാരണം മദ്രസയിലൊക്കെ ഞാൻ പൊതുപരീക്ഷയൊക്കെ ജില്ലയിലൊക്കെ 1ാം റാങ്ക് വാങ്ങിയൊരു വ്യക്തിയാണ്. അപ്പോൾ അറബിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഈ പാട്ടിനോടും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മനസ്സിൽ വന്ന് പിന്നെ ഒരു അധ്യാപകൻ എന്നുള്ളത് വലിയൊരു സ്വപ്നം കൂടിയായി മാറി. അങ്ങനെയാണ് ഈ അധ്യാപന മേഖലയിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ കലയും അധ്യാപനവും കുട്ടികളോടൊരു ഇഷ്ടവും ഇതൊക്കെ തന്നെയാണ് എന്നെ ഈ മേഖലയിലേക്ക് നയിച്ചത്. കുട്ടികളിൽ അറബി ഭാഷയോടുള്ള പ്രിയം വളർത്താൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? അറബി അധ്യാപകനോടുള്ള ഇഷ്ടം എന്താകും? കുട്ടികൾക്ക് ആ ഭാഷയോട് കൂടുതൽ ഇഷ്ടമാകും. ആദ്യം നമ്മൾ കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഏതൊരു അധ്യാപകനും കുട്ടികൾക്ക് ആദ്യം നൽകുന്നത് പാഠപുസ്തകമല്ല, അധ്യാപകനോടുള്ള ഒരു മാനസിക ഒരു അടുപ്പാണ്. കുട്ടികൾക്ക് അധ്യാപകനോട് ഇഷ്ടം ഉണ്ടാകുമ്പോൾ എന്താവും? നമുക്ക് അധ്യാപകൻ നൽകുന്ന എന്തും അവർക്ക് ഇഷ്ടമായി മാറും. അതുപോലെ തന്നെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ പാട്ടിൻ്റെ രീതിയിലും പല രീതിയിലൊക്കെ കുട്ടികളുടെ അടുപ്പം കാണിക്കും. അപ്പോൾ അടുപ്പം കാണിക്കും ഈ ഭാഷയിലൊക്കെ അവരെ കൂടുതലായിട്ട് വരും. ഗായകൻ, രചയിതാവ്, അധ്യാപകൻ ഇവയിൽ ഏത് മേഖലയിൽ അറിയപ്പെടാനാണ് സാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അധ്യാപനം എന്നുള്ളതൊരു കലയാണ്. ഗാനരചനയും ഒരു കലയാണ്. ഗാനം പാടുക എന്നുള്ളൊരു കലയാണ്. ഇത് എല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സമ്പൂർണമായിട്ടൊരു അധ്യാപകനാകാൻ സാധിക്കും. കലയിൽ കൂടിയും പാട്ടിൽ കൂടിയും എഴുത്തിൽ കൂടി കുട്ടികളെ കൂടുതൽ അടുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ അധ്യാപനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. അത്യധികം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. മറ്റുള്ള എല്ലാ ജോലിയേക്കാൾ കൂടുതൽ വലിയ പവിത്രതയും അതുപോലെ തന്നെ ഇഷ്ടവും സ്നേഹമൊക്കെയാണ് ഞാൻ ഈ മേഖലയിൽ കാണുന്നത്. ഗായകൻ എന്ന നിലയിൽ ധാരാളം സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഈ പാട്ട് മേഖലയിലുണ്ട്. എനിക്കൊന്ന് 30 വർഷത്തിന് മുകളിലുണ്ടാവും ഈ പാട്ട് മേഖലയിൽ. മുമ്പൊക്കെ ഞാൻ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള സിസ്തായിനേരി, ഇങ്ങനെ ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള പാട്ടുകാർ, ആബിദ് കണ്ണൂർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ആദിലത്തു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് എണ്ണിയാൽ തീരൂല. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പണ്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അധ്യാപകനാവുക, കുട്ടികളുടെ കൂടെ പാടുക എന്നൊക്കെ ഒരു ലക്ഷ്യമായിരുന്നു. അത് സാറ്റിസ്ഫൈ ചെയ്ത ഒരു വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ പാട്ടും എഴുത്തും അധ്യാപനമൊക്കെ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫിലെ ഒരു ആഗ്രഹവും ഇഷ്ടങ്ങളൊക്കെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരള സ്കൂൾ കലോത്സവം, അറബിക് സാഹിത്യോത്സവ വേദിയിൽ മാഷിൻ്റെ പേര് തിളങ്ങി നിൽക്കുകയാണ്. ഈ വർഷം വയനാട് ദുരന്തത്തെക്കുറിച്ച് എഴുതിയ മാഷിൻ്റെ കവിത വളരെ വൈറലായിരുന്നു. അതിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ചില ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, ചില എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അറിയാതെ എന്തെങ്കിലും ഇങ്ങനെ എഴുതി പോകും. വയനാട്ടിലും ഒരുപാട് വയനാട് സ്കൂളിലെ കുട്ടികളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ആ മുഖം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് പ്രയാസപ്പെട്ടു. അന്നേരം ഞാൻ എഴുതിയ കവിത. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ എഴുതി പോകും. അങ്ങനെയാണ് ഒരു കവിത ആയത്. ചില സാഹചര്യങ്ങളിൽ, ചില അനുഭവങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ എഴുതി പോകും. അങ്ങനെയാണ് ഈ കവിതകളൊക്കെ ഉണ്ടായത്. അത് പല കാര്യങ്ങളിൽ കൂടിയാണ്. പല പാട്ടുകളായി കഴിഞ്ഞാലും എഴുതുന്നതൊക്കെ ചില തോട്ട്സുകളൊക്കെ ആയി കഴിഞ്ഞാലും അനുഭവത്തിൽ നിന്ന് ഞാൻ എല്ലാം എഴുതാറ്. കണ്ടതും മനസ്സിൽ സ്പർശിച്ചതുമായ കാര്യങ്ങൾ. അറബിയിലെ ഇഷ്ടകവി ആരാണെന്ന് പറയാമോ? അറബിയിലെ എല്ലാവരും ഇഷ്ടമാണ്. അബൂ നവാസ്, അതുപോലെ മുത്തനബി, ബുഹ്തുരി, അതുപോലെ തന്നെ അബു തമാം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കവികളുണ്ട്. ഞാനൊരു ചെറിയ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉമർ ഖാദിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മനോഹരമായ കവിതകളുണ്ട്. ലോകത്ത് പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ ഒരു മഹാൻ തന്നെയായിരിക്കും അദ്ദേഹം. വേറെ ആരും ഇങ്ങനെ എഴുതിയിട്ടില്ല. തത്വപരമായിട്ടുള്ള കവിതകളും മറ്റുള്ള ഇൻസ്പയർ ചെയ്യുന്ന, ഉദാഹരണമായിട്ട് വമൻ ലാ യുഹിബ്ബു സുഊദൽ ജിബാലി യഈഷ് അബദദ്ദഹിരി ബൈനൽ ഹഫർ ഒക്കെ പറയുന്ന നമ്മൾ ഷാബിയുടെ കവിതയുണ്ട്. ഒരു മല കയറാൻ നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും? ഒരു കുഴിയിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നൊക്കെ പറയുന്നത്. അതായത് നമ്മളെ എന്ത് കാര്യങ്ങളും നമ്മൾ അധ്വാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന
ഇതുപോലുള്ള കുറേ ഫിലോസഫിക്കൽ ചില കവിതകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും ഓർത്തു വെക്കാറുണ്ട്. മാഷിന്റെ കുടുംബത്തെക്കുറിച്ച് പറയാമോ? എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ഭാര്യ സുമയ്യ, അവൾ കൊടകിലാണ്, സോമവാർപേട്ട കൊടകിലാണ്, കുറച്ച് ദൂരെ കല്യാണം കഴിച്ചത്. അപ്പോൾ എനിക്ക് 3 കുട്ടികളുണ്ട്. ഒരാൾ മയ്യിൽ LP സ്കൂൾ 5ാം ക്ലാസ് പഠിക്കുന്ന ഹാഫിദ് മുഹമ്മദ്, അവൻ പാടും, അത്യാവശ്യം പാടും. അതുപോലെ തന്നെ ഒരാൾ LKG ആണ്, ഹാദി മുഹമ്മദ്. ഒരാൾക്ക് 1 വയസ്സാണ്, ഹനാൻ മുഹമ്മദ്. അറബി ഭാഷയെക്കുറിച്ച് മാഷ് പാടിയ പാട്ട് യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ട്. ഈ അറബി ഭാഷാ ദിനത്തിൽ റേഡിയോ മാങ്കടവിൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി കുറച്ച് വരികൾ ആലപിക്കാമോ? മുഹമ്മദ് മൂസാൽ കർളി എഴുതിയ വരി പാടാം. ലഗത്തുൽ അറബിയ്യ ഫുസ്ഹാ നതഖാ ബിഹാ ഇബ്നു സാം. ലഗത്തുൽ അറബിയ്യ ഫുസ്ഹാ نتقى بها ابن السام. منذ نمو الإنسان شهرة هذا القول. ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ മാഷിന് സാധിക്കട്ടെ. അതിഥിക്കൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. അടുത്തതായി സർഗലയം. സർഗലയം, സർഗസിദ്ധികളുടെ ലയതാളം. സർഗലയത്തിൽ 4ാം തരത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു അറബിക് സംഘഗാനം. في خطر يا منا نتفكر عن ماضي عشنا كل فراغ وما كنا في أرضك من طاعي حاليا كنا في خطر يا جلال ظهر فينا فتن يا جلال ظهر فينا فتن نجنا الله من أخطار يا منا نتفكر عن ماضي عشنا كل فراغ وما كنا في أرضك من طاعي حاليا كنا في خطر الماء تلوث ما أنزلتها فاسقى كل عميلة بأيدينا الماء تلوث ما أنزلتها فاسقى كل عميلة بأيدينا قرب دوما فينا موتى ملأت فينا أمراض شديد يا جلال ظهر فينا فتن يا جلال ظهر فينا فتن نجنا الله من أخطار يا منا نتفكر عن ماضي عشنا كل فراغ وما كنا في أرضك من طاعي حاليا كنا في خطر الهواء فسدت ما عددتها صار سما عداؤنا أرضينا الهواء فسدت ما عددتها صار سما عداؤنا أرضينا بعدت يوما منا أمنا كسرت فينا أعداء الهلال يا جلال ظهر فينا فتن يا جلال ظهر فينا فتن نجنا الله من أخطار يا منا نتفكر عن ماضي عشنا كل فراغ وما كنا في أرضك من طاعي حاليا كنا في خطر السلام ينشر فينا عدوانا نحفظ في كل بيئة يا إنسان السلام ينشر فينا عدوانا نحفظ في كل بيئة يا إنسان تنفذ يوما فينا غيرا نشكر الله رب البراء يا جلال ظهر فينا فتن يا جلال ظهر
فتن نجنا الله من أخطار يومنا نتفكر عن الماضي عشنا كل فراغ وما كنا في أرضك من طاعي حاليا كنا في خطر يا جلال ظهر فينا فتن يا جلال ظهر فينا فتن نجنا الله من أحصار يومنا نتفكر عن الماضي عشنا كل فراغ وما كنا في أرضك من طاعي حاليا كنا في خطر يومنا نتفكر عن الماضي عشنا كل فراغ وما كنا في أرضك من طاعي حاليا كنا في خطر. ഇനി അഹ്ലൻ അറബിയ. നാം നിത്യം ഉപയോഗിക്കുന്ന ചില പദങ്ങളുടെ അറബി പദങ്ങൾ കൂട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ന് നമുക്ക് 3-ാം തരത്തിലെ ഹാജിതയോട് ചോദിക്കാം. സ്കൂൾ, മദ്രസ, ഫുട്ബോൾ, കുറത്തൽ ഖദം, ലൈബ്രറി, മക്തബ, റേഡിയോ, മിദിയാ, മഴ, മത്തർ, ബാഗ്, ഹഖീബ, ഹോസ്പിറ്റൽ, മുസ്തഷ്ഫ. ശുക്രൻ യാ ഹാജിത. അഫ്വൽ. റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. മധുര പിറന്നാൾ. ഇന്ന് 8ാം പിറന്നാൾ ആഘോഷിക്കുന്ന 3ാം ക്ലാസ്സിലെ മുഹമ്മദ് എമ്മിന് പിറന്നാൾ ആശംസകൾ. മാങ്കടവ് മുണ്ടോൻ ഹൗസിലെ ഷമീം PVയുടെയും സാഹിറ എമ്മിന്റെയും മകനാണ് മുഹമ്മദ്. തഹാനി ഈദു മീലാദി സായിദ് ലി മുഹമ്മദ്. മെയിൻ റേഡിയോ മാങ്കടവ്. അല്പസമയത്തിനകം വാർത്തകൾ. تحية طيبة معكم رزا منير. الأخبار الرئيسية. تم الإعلان عن إجراء تحقيق في حادثة التسريب ورق أسئلة امتحان عيد ميلاد المسيح عبر إحدى القنوات على يوتيوب. أعلن وزير التعليم في شيفانكوتي أن اللجنة مكونة من 6 أعضاء برئاسة مدير التعليم العام ستحقق في الأمر. قال وزير الكهرباء كي كرشننكوتي إن لجنة تنظيم الكهرباء بالولاية تعتبر أقل زيادة في التعريفة مقارنة بالولايات الأخرى في مراجعة التعريف في الأسبوع المالي. الأخبار المدرسية. قام المدرسة الابتدائية الحكومية بمانغدو بزيارة منازل الجميع الطلاب تحت قيادة المعلمين وPTA. افتتح رئيس لجنة الأوصياء والمدرسين سي عبد الله جائزة ماستر مايندز اوف مانغدو للطالبة عائشة بي في الصف الأول. ستغلق المدرسة يوم 20 من ديسمبر بمناسبة عطلة عيد ميلاد المسيح. تنتهي الأخبار بهذا. شكرا جزيلا. റേഡിയോ മാങ്കടവിൽ ഇനി പാട്ടുപെട്ടി. പാട്ടുപെട്ടി. സംഗീതാസ്വാദനത്തിന്റെ വിസ്മയച്ചെപ്പ് തുറക്കാൻ ഇതാ പാട്ടുപെട്ടി. ഇന്നത്തെ പാട്ടുപെട്ടിയിൽ കേൾക്കാം, ആസ്വദിക്കാം ഒരു അറബി ഗാനം. قلمي ممحاتي والدفتر معهم أتعلم أتدبر. قلمي ممحاتي والدفتر معهم أتعلم أتدبر. أدوات لا أستغني عنها فبها أغدو أشطر. أدوات لا أستغني عنها فبها أغدو أشطر.
قلم أزرق قلم أحمر قلم أسود قلم أخضر قلم أزرق قلم أحمر قلم أسود قلم أخضر فوق الورقة أرسم لوني وعلى أسطرها أتمختر حبرا كنت أو رصاص يستخدمني كل الناس حبرا كنت أو رصاص يستخدمني كل الناس ويعبر من يستخدمني عن أفكار عن إحساس إن أخطئ في رسم الخط الممحات تمحو خطئي قلمي ممحاتي والدفتر معهم أتعلم أتدبر قلمي ممحاتي والدفتر معهم أتعلم أتدبر أدوات لا أستغني عنها فبها أغدو أشطر أدوات لا أستغني عنها فبها أغدو أشطر فعلا يا قلم فأنا الممحات الأهم فعلا يا قلم فأنا الممحات الأهم شكرا قولك هذا نم عن تقديرك لي يا شهم وظيفتي محو الأخطاء أخطاء الكل بلا استثناء وظيفتي محو الأخطاء أخطاء الكل بلا استثناء للطلاب للكتاب كانت أو حتى العلماء إن تخطئ بي تجد الحل جل من لا يسهو جل قلمي ممحاتي والدفتر معهم أتعلم أتدبر قلمي ممحاتي والدفتر معهم أتعلم أتدبر أدوات لا أستغني عنها فبها أغدو أشطر أدوات لا أستغني عنها فبها أغدو أشطر اسم الدفتر حلو الشكل جميل المنظر اسم الدفتر حلو الشكل جميل المنظر وعلى ورقه كتب وسطر كل من ألف أو فكر أحمي ما يكتب في جوف من النسيان والضياع أحفظه من كل سوء كالقلب بين الأضلاع من يكتب في أنا الدفتر وقته هدرا لا ما ضاع قلمي ممحاتي والدفتر معهم أتعلم أتدبر قلمي ممحاتي والدفتر معهم أتعلم أتدبر أدوات لا أستغني عنها فبها أغدو أشطر أدوات لا أستغني عنها فبها أغدو أشطر റേഡിയോ മാങ്കടവിൻ്റെ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിന സ്പെഷ്യൽ റേഡിയോ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. ശുക്രൻ മാസലാമ. കൊഞ്ചി കാതിൽ മധുരം നിറയ്ക്കാം അക്ഷരക്കുളിമണ നനയാം വിജ്ഞാനത്തേരേറി ആകാശത്തോളം ഉയരാം കളിച്ചിരി തീർക്കാം കൂട്ടായി റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്.